ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. അപ്പം ഇന്നാണ് ഗൈസ് നമ്മൾ രാവിലെ കാലൊക്കെ എണീച്ചിട്ടുണ്ട്. ഇന്നാണെങ്കിൽ നമ്മളെ നാട്ടിലോട്ട് കാളും നമ്മളെ ഷിൻജാൻ ഗൈസ് കംബാക്ക് അടിക്കുകയാണ് ഗൈസ്. നമ്മളെ ഷിൻജാൻ കാളൊക്കെ വരികയാണ് ഗൈസ്. അതാണ് ഗൈസ് ഷിൻജാൻ കംബാക്ക് കാളൊക്കെ അടിക്കുകയാണ്. അപ്പം എന്തായാലും ഗൈസ് നമ്മൾ ഷിൻജാൻ വരുന്നതുകൊണ്ട് തന്നെ ഇവിടെ വേറെ സ്പെഷ്യലൊന്നും ഇല്ല ഗൈസ്. നമ്മുടെ വണ്ടിയൊന്ന് മോഡിഫിക്കേഷനും കാളൊക്കെ ചെയ്യണം, അതല്ലാതെ വേറെ പ്രത്യേകതയൊന്നും ഇല്ല ഗൈസ്. എന്തായാലും അവനിപ്പം വന്ന് കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നമുക്കാണെങ്കിൽ നേരെ പോവാം. അവനവിടെ കാര്യങ്ങളൊക്കെ നിപ്പോണ്ട് ഗൈസ്. അവനെയും കാര്യങ്ങളൊന്നും നമുക്ക് പിക്ക് ചെയ്തതിന് ശേഷം കാണാം ഗൈസ്. ഫ്രാങ്കളൊന്നോ ഞാനില്ലാത്തപ്പോൾ ഫ്രാങ്കളൊന്നും കുറേ ബോറടിച്ച് കാണും ഇല്ലേ ഫ്രാങ്കളൊന്നോ ഇന്ന് ഞാനൊരു തിരിച്ചു പോക്കില്ല ഫ്രാങ്കളൊന്നോ. ഇനി മുഴുവൻ ഇവിടെ വന്ന് ഫ്രാങ്കളൊന്നോ ഇന്ന് എനിക്ക് സ്കൂളിലൊക്കെ പോകണം ഫ്രാങ്കളൊന്നോ. എൻ്റെ ബാഗുകളൊക്കെ എന്തായി ഫ്രാങ്കളൊന്നോ? എടാ ഷിൻജാനെ ബാഗും കാളൊക്കെ അവിടെ തന്നെ ഉണ്ട്, ആരും എടുത്തോണ്ടൊന്നും പോയില്ല, നീ വിഷമിക്കണ്ട, അവിടെ തന്നെ ഉണ്ട് മോനെ. നീ എന്തായാലും വാ, നീ എൻ്റെ കൂടെ പെട്ടെന്ന്. അപ്പം ഗൈസ് എന്തായാലും ഷിൻജാൻ കാളൊക്കെ വന്നിട്ടുണ്ട്. ഷിൻജാനെ നീ പോയി കുളി കേട്ടാ. ഞാൻ കുളിച്ചോളാം ഫ്രാങ്കളൊന്നോ. ഓ ഇയാളിഷ്ടം പോലെ ഇയാളൊക്കെ ചെയ്യും. അപ്പോൾ ഗൈസ് എന്തായാലും ഷിൻജാനെ കാളൊക്കെ എന്തായാലും വീട്ടിലോട്ട് കാളൊക്കെ വിളിച്ചോണ്ട് വന്നിട്ടുണ്ട് ഗൈസ്. ഫ്രാങ്കളൊന്നോ പിന്നെ ഞാനൊരു കാര്യങ്ങൾ പറയാൻ വന്നതാണ് ഫ്രാങ്കളൊന്നോ. എനിക്കാണെങ്കിലേ പിന്നെ ഒരു മഹേന്ദ്രയുടെ കൊച്ചൊരു RC കാറുകളൊക്കെ മേടിച്ചു തരാം ഫ്രാങ്കളൊന്നോ. ആടാ മേടിച്ചു തരാടാ. പക്ഷെ എന്തായാലും നമ്മളെ ചെറുക്കനൊരു ആഗ്രഹം പറഞ്ഞതല്ലേ, അതൊക്കെ പിന്നെ സാധിച്ചു കൊടുക്കാതെ പിന്നെ എന്തിനാണ് കേസ് നമ്മളെ അണ്ണൻ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്. എന്തായാലും കേസ് നമ്മൾ ഷോറൂമിൽ പോയി കേസ് നമ്മളെ വണ്ടിയൊന്ന് മോഡിഫിക്കേഷൻ ചെയ്ത് പിന്നെ നമ്മളെ ഷിൻജാനുള്ള കാറിന് ഐസിനിങ് മേടിക്കുക കേസ്. നമ്മളെ 50,000 രൂപ സെറ്റാണ് കേസ്. അപ്പം 50,000 രൂപയുടെ അകത്തുള്ള ഏതെങ്കിലും ഒരു കാർ നമ്മൾ മേടിച്ചിരിക്കുന്നതായിരിക്കും കേസ്. നമ്മുടെ ചെറുക്കനകളൊക്കെ വിഷമിക്കാൻ പാടില്ല കേസ്, അതാണ് കേസ് നമ്മളെ മെയിന്. അപ്പോഴത്തേക്കാണെങ്കിൽ കേസ് നമ്മളെ എൻ്റെ മോനെ ഡോറ് കളവിയാലും കുഴപ്പമില്ല കേസ്. നമ്മളെ ഷോറൂമിലോട്ടല്ലേ പോകുന്നത്. കിണ്ണാൻ കാച്ചൊരു അടിപൊളി വണ്ടി തന്നെ ആയിരിക്കും ഞാൻ അവന് മേടിച്ചകളൊക്കെ കൊടുക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഗൈസ് നമ്മളെ വണ്ടിയൊന്ന് മോഡിഫിക്കേഷൻ കാലൊക്കെ ചെയ്യാനുണ്ട് ഗൈസ്. പൊന്നെ ഈ പണ്ടാരം ഡോറും കാലൊക്കെ അടയുന്നില്ലല്ലോ, ഇത് എന്തൊരു പാട് ഗൈസ്. ഞാനാണെങ്കിൽ ഡ്രിഫ്റ്റ് അടിച്ച് ഗൈസ് നമ്മളെ ഡോറും കാലൊക്കെ അടയ്ക്കാൻ. അതൊക്കെ പോട്ട് ഗൈസ്. അപ്പം നമുക്കാണെങ്കിൽ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്താണ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവരാണ് ലൈക്ക് ചെയ്യുക ഗൈസ്, ഷെയർ ചെയ്യാത്തവരാണെങ്കിൽ എന്നാൽ ഷെയറുകൾ ചെയ്ത് കൊടുത്തേ ഗൈസ്, നിങ്ങളെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക ഗൈസ്. അപ്പം നമുക്കാണെങ്കിൽ നേരെ എങ്ങോട്ടാന്ന് വെച്ചാൽ ഗൈസ് നമ്മുടെ ഷോറൂമിലോട്ട് ഞങ്ങളൊക്കെ വിടാം ഗൈസ്. അപ്പം ഷോറൂമിൽ പോയതിന് ശേഷം വലിയ പരിപാടിയൊന്നും ഇല്ല. നമുക്ക് ഷോറൂമിൽ പോയതിന് ശേഷം നമ്മളെ ഷിൻജാൻ പറ്റിയൊരു കാറിൻ്റെ വില വയ്ക്കുക, അത് മേടിക്കുക, പിന്നെ നമ്മളെ കാറൊന്ന് മോഡിഫിക്കേഷൻ ചെയ്യണം ഗൈസ്. പിന്നെ ഇവിടെ കൊച്ചു പിള്ളേർക്ക് പറ്റിയ ഒരു മിനി കാറുകളൊക്കെ ഉണ്ട്. ഓ സാർ മിനി കാറുകളൊക്കെ ഉണ്ട്. ഒരു മഹേന്ദ്ര താറ് 5 ഡോർ 4 ഡോറുകളൊക്കെ ഉണ്ട്. അതിന്റെ റേറ്റിങ്ങുകളൊക്കെ എത്ര ആയിരിക്കും ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. സ്റ്റാർട്ടിങ് 1 lakh ആണ്. ഇത് ക്ലോസ് ആവുന്നതെന്ന് വെച്ചാൽ ഒരു 50 lakhിനുകളൊക്കെയാണ് ക്ലോസ് ആവുന്നത്. ഒരു 50,000 രൂപയ്ക്കൊക്കെ പറ്റിയ ഒരു വണ്ടി ഉണ്ടോ സാറേ? ഇത് എന്താണ് സാറ് പറയുന്നത്? 50,000 രൂപയ്ക്ക് ഒരു വണ്ടിയൊന്നും ഇവിടെ കിട്ടത്തില്ല സാറേ. അത് വേണമെങ്കിൽ വല്ല ആക്രിക്കടയിൽ പോയി എടുക്കും. ശരി ഗൈസ്, നമ്മളാണെങ്കിൽ ഗൈസ് നമ്മളെ ആട്ടി വിട്ടിരിക്കുകയാണ് ഗൈസ്. നിന്ന് എന്താണ് അതുകൊണ്ടായോണ്ട് ഞാനൊരു 90,000 രൂപയ്ക്കും അയാൾക്ക് തരാം. അതൊന്നും വേണ്ട, എന്റെ വണ്ടി അയാളൊക്കെ ഒന്ന് മോഡിഫിക്കേഷനും അയാളൊക്കെ ചെയ്യണമായിരുന്നു. ഇങ്ങനെയൊക്കെ അകത്തോട്ട് കയറ്റി ഇട്ടൂടോ ഗൈസ്. നമ്മളെ വണ്ടി അയാളൊക്കെ ഇങ്ങോട്ട് എടുത്തിട്ടേക്കാം ഗൈസ്. നമുക്ക് പോയതിനു ശേഷം ഇച്ചിരി കഴിഞ്ഞതിന് ശേഷം വല്ലതൊക്കെ വരാം ഗൈസ്. അപ്പോൾ ഗൈസ് മോഡിഫിക്കേഷനുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇതെന്താണ് ഗൈസ് JCBയുടെ ടയറുകളൊക്കെ ഇട്ടേക്കുന്നത് ഗൈസ്. ഇത് ജെയിൻ്റ് വീലുകളൊക്കെ ആക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പം നമ്മളെ വണ്ടികളൊക്കെ മോഡിഫിക്കേഷനുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ഗൈസ് നമ്മുടെ ഷിൻജാൻ്റെ അടുത്ത് ഗൈസ് നമ്മളെ പഴയ അടവ് തന്നെ എടുക്കാം ഗൈസ്. സ്റ്റോക്ക് വന്നില്ലെന്ന് പറയാം, പിന്നെ രാത്രി വല്ലതും പോയി എടുത്ത് കൊടുക്കാം ഗൈസ്. അതെന്ന് വെച്ചാൽ ഗൈസ് നമ്മൾ രാത്രി പൈസ കൊടുത്തൊന്നും വല്ല മേടിക്കാൻ പോകുന്നത് സ്റ്റീലിംഗ് വിത്ത് RC മഹേന്ദ്ര കാറ് ഇതൊക്കെ എത്ര ഉള്ളതാ. നമ്മളെ ഷിൻജാനുകളൊക്കെ ഇഷ്ടപ്പെട്ട വാഹനം ഞാൻ മേടിച്ച് കൊടുത്തിരിക്കാം. അത് എത്ര രൂപയായാലും അത് എത്ര പണമായാലും ഞാനിങ്ങനെ ആൾക്ക് എന്തായാലും മേടിച്ച് കൊടുക്കുന്നതായിരിക്കാം. എന്തായാലും ഗൈസ് നമുക്ക് നേരെ ഗൈസ് നമ്മളെ വീട്ടിലുകളൊക്കെ എത്തിയിട്ട് കാണാം ഗൈസ്. നമുക്കാണെങ്കിൽ അകത്തോട്ട് ഞങ്ങളൊക്കെ കയറാം. ഷിൻജാൻ ഇതുവരായിട്ടൊന്നും കണ്ടില്ല. എടാ ഷിൻജാനേടാ അവിടെ സ്റ്റോക്കും കാളും ഇല്ലടാ, അതാടാ കാറ് ഞാൻ മേടിക്കാഞ്ഞ്. അപ്പം നമുക്കാണെങ്കിൽ വാടാ ഷിൻജാനെ എവിടെയെങ്കിലുമൊക്കെ പോവാം. ഞാൻ വരുന്നു.
ഗൈസ് അപ്പം ഷിൻചാനടാ വന്നൊക്കെ കയറി നമുക്ക് ഒരിടം കയറാനൊക്കെ പോവാം ഗൈസ്. അപ്പം നമ്മളെ പോകാൻ പോകുന്നത് വെച്ചാൽ ഗൈസ് നമ്മളെ കാറ് പുതിയ ടയറുകളൊക്കെ ഇട്ടതിൻ്റെ ഒരു ചെറിയൊരു ടെസ്റ്റിന് ഭാഗമായിട്ടാണ് ഗൈസ് നമ്മൾ പോകുന്നത്. എന്ന് ചോദിച്ചാൽ ഗൈസ് അടിപൊളി സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ കയറി പോകാനാണ് ഒരു ചെറിയൊരു ഓഫ് റോഡർ എന്ന് പറയാം ഗൈസ്. അപ്പം നമുക്കാണെങ്കിൽ നേരെ ഗൈസ് ഇതിൻ്റെ അടുത്താണ് ഗൈസ് നമ്മൾ മിഷൻസൊക്കെ ഇല്ലേ ഗൈസ്, അതാണ് ഗൈസ് നമ്മളെ ചലഞ്ചിങ് മിഷൻസിലാണ് ഗൈസ് നമ്മൾ കയറാൻ പോകുന്നത്. അപ്പോഴത്തേക്കാണെങ്കിൽ അതൊന്ന് നമ്മൾ ടയറുകളൊക്കെ ചെക്ക് ചെയ്യുന്നൊരു ഇതായിട്ട് ഇത് കണ്ട് വന്നിട്ടുണ്ട് ഗൈസ്. എന്തായാലും സ്റ്റോക്ക് തീർന്നു പോയില്ലേ ഫ്രാങ്ക്ലിനോ? ഇനി എന്ന് കിട്ടും ഫ്രാങ്ക്ലിനോ ഈ സ്റ്റോക്ക്? അതൊക്കെ അറിഞ്ഞോട്ടാ ഷിൻചാനെ. എന്തായാലും ഗൈസ് നമ്മൾ ടയറിൻ്റെ ടെസ്റ്റിങ്ങുകളൊക്കെ നടത്താം. ഫസ്റ്റ് ഇതിനകത്താണ് ഗൈസ് നമ്മൾ കയറുന്നത്. സോ ഇത് നമുക്ക് ഗൈസ് അവിടെ എൻ്റെ പൊന്നെ കുടുങ്ങിയില്ല ഗൈസ്. ഒന്നുകൂടെ ഗൈസ് നമ്മൾ റേസ് കയറി കയറ്റാം ഗൈസ്. അപ്പം ഈ ടയർ ഗൈസ് ശരിയായില്ലെന്ന് തോന്നുന്നു ഗൈസ്. ഇട്ടത് ജയിൻ്റ് വിലെന്ന് വെച്ചാൽ ഇതിനെക്കാട്ടി കാണുന്നതാണ് ഗൈസ്. ഇതിൻ്റെ ടയർ കാണാൻ ശരിയായില്ല, അതാണ് ഗൈസ് നമ്മുടെ വണ്ടി കയറാൻ പാട്. അപ്പോൾ ഗൈസ് നമുക്കാണെങ്കിൽ ഒന്നും കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതാണെങ്കിൽ ഭയങ്കര പാടാണ് ഇത് കയറാൻ. നമുക്കാണെങ്കിൽ ഒന്നും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഗൈസ്. കയറി എൻ്റെ പൊന്നെ ഇത് ഞാനാണെങ്കിൽ ജമ്പിങ് ബോർഡുകൾ ഇട്ട് കൊടുത്ത് ഗൈസ് കൊള്ള ഗൈസ് വീണ്ടും വന്ന് വീണ്ടിരിക്കുകയാണ്. ഇത് ഗൈസ് നമുക്ക് പറ്റത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി ഗൈസ്. അടുത്ത റൈഡിലും ആളൊക്കെ പോവാം. അത് ഗൈസ് നമുക്ക് കയറ്റാൻ പറ്റും ഗൈസ്. എന്ന് വെച്ചാൽ ഈ വണ്ടിയുടെ ജയിൻ്റ് വീൽ ശരിയായില്ല ഗൈസ് ഇവരിട്ടത്. അപ്പം ഗൈസ് നമുക്കാണെങ്കിൽ ഈ മുട്ടൻ ഇത് കണ്ടു ഗൈസ്, അതിനകത്താണ് ഗൈസ് നമ്മൾ അടുത്തതായിട്ട് കയറി ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ട്രൈ നമ്മൾക്ക് പാളിയിട്ടുണ്ട് ഗൈസ്. അതിനകത്ത് നമുക്ക് രണ്ടാമത്തെ ട്രൈ നമുക്ക് ചെയ്ത് നോക്കാം ഗൈസ്. ഇതിൽ കയറാൻ ഇത് സ്ട്രൈറ്റ് ആയിട്ട് കയറുമെന്നാണ് എനിക്കൊരു ഇത് ഉള്ളത്. അപ്പം സോ ഇതിൽ നമുക്ക് കയറ്റി നോക്കാം ഗൈസ്. പോട്ടെ ഗൈസ്. ഫസ്റ്റ് അടിപൊളിയായിട്ട് കയറുന്നുണ്ട്. പിന്നെ അങ്ങോട്ട് എന്താണെന്ന് പറഞ്ഞൂടെ ഗൈസ്. അപ്പം നമുക്കാണെങ്കിൽ ഇതാക്കാം. പോട്ട് ഗൈസ് എൻ്റെ മോനെ ഗൈസ്. നമുക്കാണെങ്കിൽ പയ്യെ ഇങ്ങനെ കയറ്റി കൊണ്ടുപോവാം. എൻ്റെ മോനെ ഞാൻ ഫ്ലൈയിങ് മോഡ് വെച്ച് ഞെക്കി കൊടുത്ത് ഗൈസ്. ഞാൻ ആക്സിലേറ്റർ ഞെക്കേണ്ട അടുത്ത് തീർന്നു ഗൈസ്. നമ്മളെ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ തീർന്നിട്ടുണ്ട്. കുഴപ്പമില്ല ഗൈസ്. നമുക്ക് നൈസിന് താരോട്ടുകളൊക്കെ വലിക്കാം ഗൈസ് നമ്മളെ വണ്ടി ഗൈസ്. ഗൈസ് എന്തായാലും താരോട്ടുകളൊക്കെ ആയിട്ടുണ്ട്. എൻ്റെ പൊന്നെ വണ്ടിക്ക് ഒന്നും പറ്റത്തില്ല ഗൈസ്. ഇത് മെറ്റലാണ് ഗൈസ്. ഇത് നമ്മളെ ഇരുമ്പുകളൊക്കെ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന വണ്ടിയാണ്. വണ്ടിക്ക് എന്ത് ചെയ്താലും ഗൈസ് വണ്ടിക്ക് ഒരു കുഴപ്പവും പറ്റത്തില്ല. അതാണ് ഗൈസ് നമ്മളെ വണ്ടിയാണ് വരുന്നത്. അടുത്ത ട്രൈ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പം സോ അടുത്ത ട്രൈ നമുക്ക് അടിപൊളിയായിട്ട് ചെയ്ത് നോക്കണം. അപ്പോൾ ഗൈസ് ഈ ട്രൈ എല്ലാം കഴിഞ്ഞിട്ട് ഗൈസ് നമ്മുടെ വീട്ടിലും ആളൊക്കെ എത്തിയിട്ട് കാണാം ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മൾ ഫൈനലി ഗൈസ് നമ്മുടെ വീട്ടിലും ആളും എത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ പോയ വണ്ടിയിലല്ല ഗൈസ് തിരിച്ചു വന്നത്, നമ്മുടെ ഒരു ഫോർച്യൂണറിലാണ് ഗൈസ് തിരിച്ചു വന്നത് ഗൈസ്. ഇനി പോയി കിടന്ന് ഉറങ്ങിയതിന് ശേഷം ഗൈസ് രാത്രിയായിട്ട് കാണാം ഗൈസ്. ഇപ്പം ഗൈസ് രാത്രി ആളൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഗൈസ് നമ്മളെ ഷോറൂമിൻ്റെ അടുത്ത് പോയതിന് ശേഷം ഗൈസ് ആ വണ്ടികളൊക്കെ നമുക്ക് അടിച്ച് മാറ്റിയേക്കാം ഗൈസ്. ആ വണ്ടിയൊന്നും അവിടെ ഇരുന്നിട്ട് ഒരു ഉപകാരവും ഇല്ല ഗൈസ്. അപ്പം നമുക്കാണെങ്കിൽ ഈ ചാനൽ ഇതോട് സബ്സ്ക്രൈബ് ചെയ്യാത്തതിനോട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തതിനോട് ലൈക്ക് ചെയ്യുക ഗൈസ്. അപ്പം സോ ഇന്ന് നമുക്ക് നേരെ ഗൈസ് നമ്മളെ ഷോറൂമിലോട്ട് ആളൊക്കെ കത്തിച്ച് വിടാം ഗൈസ്. എൻ്റെ മോനെ ഈ വണ്ടിക്കാണെങ്കിൽ ടോർക്കും ആളൊക്കെ നല്ല രീതിക്ക് കുറവുണ്ട്. അപ്പോൾ എൻ്റെ മോനെ മാമയൊക്കെ ഇപ്പോഴാണ് ഗൈസ് രാത്രിയാണ് ഗൈസ് വലിയ കടയൊക്കെ ഇറങ്ങി നടക്കുന്നത്. ഈ രാത്രി ഈ സിറ്റിയിൽ ഏത് രാത്രിയായാലും കുറേ ആൾക്കാർ ഈ സിറ്റിയിൽ കാണും ഗൈസ്. അപ്പം നമുക്കാണെങ്കിൽ നേരെ ഗൈസ് നമ്മളെ എത്രയും പെട്ടെന്ന് ഗൈസ് നമ്മളെ എവിടെയാണ് ഗൈസ് നമ്മളെ ഷോറൂമിലോട്ടും കാണും ഗൈസ്. എത്രയും പെട്ടെന്ന് നമ്മൾ എത്തണം ഗൈസ്. രാവിലെ ആവുന്നതിന് മുമ്പ് ഗൈസ് എത്തണം. ഇപ്പോഴത്തേക്കാണെങ്കിൽ ഗൈസ് നമ്മൾ 4 മണിയായി ഗൈസ്. ഞാൻ ഉറങ്ങിപ്പോയി. എൻ്റെ മോനെ ഞാൻ വന്ന് വീണു ഗൈസ്. വല്ലാത്തൊരു വീഴ്ചയായിപ്പോയി. ഇതേത് കാർ ഗൈസ്? ഇത് താറോക്സ് അല്ലേ ഗൈസ്? എൻ്റെ മോനെ ഇതിൻ്റെ വലുതും ഇവിടെ കിടക്കുന്ന ഗൈസ്. എൻ്റെ മോനെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു വണ്ടിയാണ് ഗൈസ്. അതിൻ്റെ ഗോൾഡൻ കളർ വണ്ടിയാണ് ഗൈസ്. എനിക്കും സന്തോഷമായി ഗൈസ്. നമുക്ക് ഷിൻചാൻ സന്തോഷമാവാനുള്ള വണ്ടികളൊക്കെ എടുക്കാം ഗൈസ്. എന്തായാലും ഗൈസ് നമ്മുടെ ഷിൻചാൻ്റെ വണ്ടികളൊക്കെ ഇതിനകത്ത് എടുത്ത് വെക്കണം. സ്പൈയെ കൊണ്ടുപോയി റിവേഴ്സ് എടുത്തിടാം ഗൈസ്. ഇവിടെ സെക്യൂരിറ്റി ഒന്നും ഇല്ല ഗൈസ്. ഇവിടെ ഒള്ളി ക്യാമറ. നമ്മളാണെങ്കിൽ നേരത്തെ ഗൈസ് ക്യാമറയുടെ കണക്ഷനുകളൊക്കെ വെട്ടിച്ച് വിട്ടിട്ടുണ്ട് ഗൈസ്. അതുകൊണ്ട് തന്നെ ഗൈസ് ഒരു കുഴപ്പമില്ല ഗൈസ്. അപ്പം സോ ഇനി നമുക്കാണെങ്കിൽ ഗൈസ് നമ്മളെ ഷിൻചാൻ്റെ വണ്ടികളൊക്കെ വണ്ടി കൊണ്ട് വെച്ചിട്ട് കാണും ഗൈസ്. സോ ഗൈസ് അങ്ങനെ നമ്മളെ ഷിൻചാൻ്റെ വണ്ടികൾ ഈ വണ്ടിയുടെ ഡിക്കിലും ആളൊക്കെ കയറ്റിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഷിൻചാൻ്റെ വണ്ടികളൊക്കെ ഇവിടെ സേഫാണ് ഗൈസ്. അപ്പം നമുക്കാണെങ്കിൽ നേരെ എങ്ങോട്ടാന്ന് വെച്ചാൽ ഗൈസ് നമ്മളെ വീട്ടിലോട്ട് ഗൈസ് എത്തിയിട്ട് കാണാം ഗൈസ്. ഗൈസ് നമുക്ക് പോയി കിടന്ന് ഉറങ്ങിയതിന് ശേഷം രാവിലെ ആയിട്ട് കാണാം ഗൈസ്. ഷിൻചാനെ വണ്ടിയൊക്കെ ഇഷ്ടപ്പെട്ടാടാ ഷിൻചാനെ? ഇഷ്ടപ്പെട്ട ഫ്രാങ്ക്ലിനോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് പെടുന്നവരെ എല്ലാവർക്കും